എൻ്റെ പേര് നേരത്തെ പറഞ്ഞ പോലെ സിബി ബേബി തോട്ടത്തിൽ നിന്നാണ്. അപ്പോൾ ഈ വന്ന പാട്ടെന്നെല്ലാം മനസ്സിലായിട്ടുണ്ടാവും. ഞാനിതുവരെ ചെയ്തൊരു സ്റ്റൈലിലല്ല, ഒരു കുറച്ച് വേറെ രീതിയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, കുറച്ചും കൂടെ ഫൺ എൻ്റർടൈനർ അങ്ങനെ ഒരു കാറ്റഗറി വരുന്ന ഒരു സിനിമയാണ്. ഞങ്ങളുടെ ബെസ്റ്റ് എല്ലാവരും ചെയ്തിട്ടുണ്ട്, എല്ലാ സൈഡിൽ നിന്ന് ഇപ്പോഴും തന്നെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അടുത്ത് തന്നെ അതിൻ്റെ റിലീസ് ഡേറ്റ് എല്ലാം അനൗൺസ് ചെയ്യും. അപ്പോൾ അതിനു മുമ്പ് ഞങ്ങളുടെ ടീസർ ലോഞ്ചാണ് മെയിൻലി ഞങ്ങൾക്ക് ഇവിടെ ഉദ്ദേശിച്ചത്. 6:30 ഓൾറെഡി യൂട്യൂബിൽ വന്നിട്ടുണ്ട്. സോണി മ്യൂസിക് സൗത്ത് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലാണ് ഉള്ളത്. എല്ലാവരും കാണണം. ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ സപ്പോർട്ട് ഈ സിനിമയ്ക്കും പ്രതീക്ഷിക്കുന്നു. ഉണ്ടാവില്ലേ? ഒരു ക്ലാപ്പ് ഒന്ന്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് ബാക്കിയുള്ള ഓരോന്ന് വേദിയിലേക്ക്. ഇവിടെ ഇത്രയും ആളുകളെ ഒരുമിച്ച് കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. നല്ലൊരു സിനിമയായിരിക്കും. നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഹാസ്യത്തിനും ഫാമിലിക്കും പ്രേമത്തിനും എല്ലാത്തിനും വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു മൂവിയായിരിക്കും. ഇനി ബാക്കി ഷെയ്ൻ. തീർച്ചയായും പാർവതി ബാബു അല്ലേ? അല്ലേ 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 പാർവതി? ജോഡി എന്നുള്ള ഞങ്ങൾ അങ്ങനെ പ്രതീക്ഷിച്ച് ചെയ്തൊന്നുമല്ല. അങ്ങനെ സിനിമയിലുള്ള ക്യാരക്ടേഴ്സ് അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ആയിപ്പോയതാണ്. അതായത് അങ്ങനെ ആയിപ്പോയിന്ന്, ഹിറ്റായിപ്പോയിന്ന്. ഈ പടത്തിൽ നല്ലൊരു പെയറിങ് തന്നെ ആയിരിക്കും. RDX ഉണ്ടായിരുന്ന പോലെ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും സെയിം ബർത്ത്ഡേ ആണ്. പക്ഷെ എനിക്കൊരു വയസ്സ് കൂടുതലാണെന്നേ ഉള്ളൂ. ഡിഫറെൻ്റ് ആണെന്ന് അല്ല. അപ്പം ഐ ഫീൽ ഗ്രേറ്റ് ടു ഹാവ് ഹാഡ് ദി ഓപ്പർച്യൂണിറ്റി ടു വർക്ക് വിത്ത് ഷെയ്ൻ ഒരു തവണ കൂടെ. കാരണം സിനിമ എന്നുള്ള പാഷൻ, സിനിമ എന്ന് മാത്രം വിചാരിച്ചെടുക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പം അങ്ങനെയുള്ളൊരു എന്താ പറയുക, ഒരു സ്കൂളാണ് ഷെയ്ൻ്റെ പെർഫോമൻസ് ആയിട്ടും എല്ലാം. അപ്പം അത് കണ്ടുപഠിക്കാൻ ഒരു സിനിമയൊന്നും പോരാ. രണ്ടാമത്തെ സിനിമയിൽ ഷെയ്ൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഭയങ്കര ജെന്യൂനായിട്ട് പറഞ്ഞതാണ്. ഷൈൻ ചേട്ടൻ എന്തൊക്കെയോ പറയാനുണ്ട്. ആ മൈക്ക് ഒന്ന് ഷൈൻ ചേട്ടന് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ പറയുന്നത് കേൾക്കുന്നില്ല. പറഞ്ഞോളൂ, ഇനി മൈക്ക് പറഞ്ഞു, മൈക്കിൽ കൂടി പറഞ്ഞു. അല്ലല്ല, മൂവിയെ പറ്റി ലിറ്റിൽ ഹാർട്ട്സ്. ഇതില് ടീച്ചർ കാണാനല്ല നമ്മളെല്ലാവരും വന്നിരിക്കണം. എന്നാൽ കണ്ടാലോ അല്ലേ? എന്താ അഭിപ്രായം? അത് കണ്ടിട്ട് നമുക്ക് സംസാരിക്കാം അല്ലേ? അവിടെ അപ്പൊ നിങ്ങൾ എല്ലാവരും തിരിച്ചു പോകണ്ട. ഒന്ന് രണ്ട് സൈഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ടീസർ ഒന്ന് പ്ലേ ചെയ്യാം. ലെറ്റ്സ് പ്ലേ ദ ടീസർ ഓഫ് എ ന്യൂ ഫ്രം ഹർ. RDXല് ഷെയ്നും മഹിമയും അവർ രണ്ട് ക്യാരക്ടേഴ്സ്, അവർ രണ്ടിലും ഒന്നാമൊന്നും ആഗ്രഹിക്കാത്ത ആരെങ്കിലും കൊണ്ടുപോയി കൊടുക്കും? ആരുമില്ലേ? ഷെയ്ൻ മഹിമ പെയർ അവർ രണ്ട് ഒരാൾ കൈവക്കി, ഒരാളുള്ളൂ, രണ്ട് ആർട്ടിസ്റ്റ്. അത് ഈ സിനിമയിൽ എന്താവും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. കഴിഞ്ഞ RDXൽ ഷെയ്ൻ്റെ അമ്മയാണെങ്കിൽ ഇത്തവണ ഞാൻ മഹിമയുടെയും ഷൈൻ്റെ അമ്മയാണ്, ഷൈൻ്റെയും മഹിമയുടെ അമ്മയാണ്. ഇവരുടെ ടീമിനും കൂടെ വർക്ക് ചെയ്യാൻ എപ്പോഴും ഒരു വലിയ സന്തോഷമാണ്, ഭയങ്കര എനർജിയാണ്. ഇഷ്കിലെ ഷെയ്ൻ്റെ അമ്മയായിരുന്നു. ശരിക്കും ഒരു ഷൈൻ്റെ വിവേകാനന്ദനായിരുന്നു, ഷൈൻ്റെ അമ്മയായിരുന്നു. അങ്ങനെ പല സിനിമകളിൽ അമ്മ ആകാനുള്ള ഭാഗ്യം കിട്ടുന്നുണ്ട്. സാന്ദ്രയുടെ പടത്തിൽ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. രണ്ട് ഡയറക്ടേഴ്സാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. ഞങ്ങളുടെ സിനിമറ്റോഗ്രാഫർ ലൂക്ക് നമ്മുടെ കൂടെ വർക്ക് ചെയ്ത് അവരൊന്നും ഇവിടെ കാണുന്നില്ല. കൈലാസിൻ്റെ പാട്ടുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ എത്രത്തോളം ഇഷ്ടപ്പെടുന്നത്. ഞാനും സിനിമ കണ്ടിട്ടില്ല, നിങ്ങളെപ്പോലെ തന്നെ അത്രയും പ്രതീക്ഷയിൽ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നിങ്ങളെ ബ്ലെസ് ചെയ്യണം, ഞങ്ങളോടൊപ്പം ഉണ്ടാവണം, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ചേച്ചി, എല്ലാവർക്കും നമസ്കാരം, ഗുഡ് ഈവനിങ്. ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും ഈ ഒരു സിനിമയിൽ നല്ലൊരു ക്യാരക്ടർ ഞാനും ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ ഭർത്താവായിട്ട് അഭിനയിക്കുന്ന ആൾ വന്നിട്ടില്ല, ജാഫർ ഇടുക്കിയാണ്.
പക്ഷേ എന്നാലും നല്ലൊരു കഥാപാത്രം ചെയ്ത സന്തോഷം. നല്ല ക്രൂ ആണ്, നല്ല മിടുക്കന്മാരായ 2 ഡയറക്ടേഴ്സാണ് മലയാള സിനിമയ്ക്ക് വരാൻ പോകുന്നത്. അതിൻ്റെ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരുടെ ബ്ലെസ്സിങ്ങും ഞങ്ങൾക്ക് വേണം. താങ്ക് യു സോ മച്ച്. Thank you, and yes, we have Ramya Sugi over here. ഹലോ, മൈക്കിൽ സംസാരിക്കാന്ന് പറഞ്ഞാൽ തന്നെ അല്ല വെയിറ്റ് ചെയ്തിരിക്കുമല്ല. എന്തിനുണ്ട് സ്റ്റെപ്പ്? റൊമാൻസ് എങ്ങനെയുണ്ട്? ഒന്ന് കാണിച്ചു തന്നാൽ ഞാനും ട്രൈ ചെയ്യും. ഓക്കെ, എന്തായാലും നമുക്ക് സ്റ്റെപ്പ് ഒക്കെ ലാസ്റ്റ് വരുന്നുണ്ട്. നമ്മൾ എന്തായാലും നല്ല അടിപൊളി മ്യൂസീഷ്യൻസ് ഇവിടെ ഉണ്ട്. അവരെ കൊണ്ട് എന്തായാലും നമ്മൾ പാട്ടൊക്കെ പാടിക്കും. നിങ്ങൾ തമ്മിലാണ് റൊമാൻസ് കാണിക്കേണ്ടത്. അയ്യോ ഷൈൻ ചേട്ടനൊന്ന് മൈക്ക് കൊടുക്കുമോ? ഷൈൻ ചേട്ടൻ്റെ ക്യാരക്ടറിനെ പറ്റി ഒന്ന് പറയാമോ? അത് മാത്രം പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞത് അല്ലേ? പാർവതി എന്ത് പറയണോ? പിന്നെ ഒന്നും പറയാം. അതെന്നെ ചോദിച്ചാൽ അതെന്താ സ്വകാര്യം? ഓക്കെ, മൈക്ക് നമുക്കൊന്ന് പാർവതിക്ക് കൊടുക്കാം. പാർവതി, എങ്ങനെയുണ്ടായിരുന്നു മൂവി എക്സ്പീരിയൻസ് ആൻഡ് എവറിഥിങ്? 2 പാർവതിയുണ്ട്, പാർവതി ചേച്ചിയുണ്ട്. ഓക്കെ, ആദ്യം തന്നെ ഹായ് എല്ലാവർക്കും. അപ്പോൾ ഹായ് ഷൈൻ ചേട്ടാ. ഓക്കെ, അപ്പോൾ ലിറ്റിൽ ഹാർട്സിൻ്റെ ഒരു ഭാഗമാകാൻ വെച്ചാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക്സ് ടു സാന്തു ചേച്ചി, വിൻസൻ ചേട്ടൻ, അതുപോലെ തന്നെ എബി ചേട്ടൻ, അനു ചേട്ടനൊക്കെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ഷെയ്ൻ, ബാബുരാജ് ചേട്ടൻ, എല്ലാവരും. ഞാനിതിൽ ടെസ്റ്റിൻ ചേച്ചിയുടെ മോളായിട്ടാണ്, ജാഫ്രിക്കയുടെ മോളായിട്ടാണ് അഭിനയിക്കണേ. ജാഫ്രിക്കയുടെയും ടെസ്റ്റിൻ ചേച്ചിയുടെയും മോളായിട്ട്. എനിക്കും നല്ലൊരു ക്യാരക്ടറാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു. അപ്പോൾ ആങ്കറുകളിൽ നിന്ന് സിനിമയിലേക്ക് കയറുമ്പോൾ ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. ആദ്യം ചെയ്ത സിനിമ അയൽവാശിയായിരുന്നു. നല്ലൊരു പ്രൊഡക്ഷൻ്റെ ബാനറിലാണ് ആ ഒരു പടം ചെയ്യാൻ പറ്റിയത്. ഇതും നല്ലൊരു പ്രൊഡക്ഷൻ്റെ ബാനറിലാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ 2ാമത്തെ സിനിമയാണ്. എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് എല്ലാവർക്കും വേണം. 2 പടത്തിലും ഷൈൻ ചേട്ടൻ ഉണ്ടായിരുന്നു. ഷൈൻ ചേട്ടൻ എൻ്റെ ഒരു ലക്ക് ഫാക്ടർ തന്നെയാണ്. 3ാമത്തെ പടത്തിലും ഷൈൻ ചേട്ടനുണ്ട്. അപ്പോൾ 3 പടം ഷൈൻ ചേട്ടൻ്റെ കൂടെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ സിനിമ റിലീസാകുമ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു, ആൻഡ് വി ഹാവ് പ്രാർത്ഥന. എന്തായാലും കാണുമല്ലോ ഇനിയിപ്പോൾ വരുമ്പോൾ, അപ്പം മനസ്സിലാവും എന്തൊക്കെയോ എക്സ്പെക്ട് ചെയ്തോട്ടെ, ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നേരത്തെ ആലോചിച്ചപ്പോഴാണ് പറയണത്. അപ്പോൾ ശ്രീ രജി പണിക്കർ അദ്ദേഹത്തിനോട് ഗോദ മാസ്റ്റർ പീസിന് ശേഷം അപ്പോഴും ഞാൻ ഉണ്ടായിരുന്നു. ഗോതയിലുണ്ട്. എന്നെ കുറച്ചിട്ട് പോകണ്ടല്ലേ? എന്താണ് അവിടെ? അപ്പോൾ ഇല്ലാത്ത കഞ്ഞിയില്ല എന്ന് പറയരുത് ഗസ്റ്റിന്. അപ്പോൾ രജി പണിക്കരുണ്ട്. അപ്പോൾ ഇന്നിവിടെ വന്നിട്ടില്ല. അപ്പോൾ എനിക്കൊന്ന് പേര് മെൻഷൻ ചെയ്യണം എന്ന് തോന്നിയിരുന്നു. ജോൺസൺ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് രജി പണിക്കരുടെ. Yes, രഞ്ജി പണിക്കരേട്ടൻ, we definitely miss him. And നമ്മുടെ ഷൈൻ ടോം ചാക്കോ നമ്മളുടെ ഷൈൻ ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അമേസിംഗ് സിംഗർ പാപ്സി ഇവിടെ ഉണ്ട്. അപ്പോൾ ഷൈൻ ചേട്ടൻ അല്ല ഡാപ്സി ഇവിടെ ഉണ്ട്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഡാൻസ് കളിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് പുള്ളിയൊരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Yes, okay, എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. അതുപോലെ തന്നെ പ്രത്യേകിച്ച് നന്ദി